ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 2024-2026 വർഷത്തെ കണ്ണൂർ ജില്ലയുടെ ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റ് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഷുവർ ലിസ്റ്റ് അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്നിവ നൽകിയിട്ടുണ്ട്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഈ 3 വിഭാഗക്കാരുടെയും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസുകാരുടെ ഇൻ്റർവ്യൂ 19/8/2024 രാവിലെ 9 മണിക്കാണ് നടക്കുക. ഷുവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ രാവിലെ 8 മണിക്ക് തന്നെ ഇൻ്റർവ്യൂവിന് ഹാജരാകണം. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർ 10 മണിക്ക് അന്നേ ദിവസം 10 മണിക്ക് തന്നെ ഇൻ്റർവ്യൂവിന് ഹാജരാകണം. കൊമേഴ്സ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് 19/8/2024 ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ഇൻ്റർവ്യൂ. ഷുവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 1 മണിക്ക് തന്നെ ഇൻ്റർവ്യൂവിന് ഹാജരാകണം. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർ 2 മണിക്ക് തന്നെ ഇൻ്റർവ്യൂവിന് ഹാജരാകണം. സയൻസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് 22/8/2024 ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ഇൻ്റർവ്യൂ. ഷുവർ ലിസ്റ്റിലുള്ളവർ 1 മണിക്ക് തന്നെ ഇൻ്റർവ്യൂവിന് ഹാജരാകണം. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർ 2 മണിക്ക് തന്നെ ഇൻ്റർവ്യൂവിന് ഹാജരാകണം. വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നതെന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷമൊക്കെ DDE ഓഫീസിൽ തന്നെയാണ് ഇൻ്റർവ്യൂ നടന്നിരുന്നത്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് DDE ഓഫീസുമായി ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിക്കില്ല. നാളെ തന്നെ നമുക്ക് DDE ഓഫീസിലേക്ക് വിളിച്ച് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഉറപ്പുവരുത്താം. നാളെ നമ്മളിത് കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. ഇൻ്റർവ്യൂവിന് മുൻപ് തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷുവർ ലിസ്റ്റിലുള്ളവരും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരും പറഞ്ഞ സമയത്തിന് മുൻപ് തന്നെ, പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ മുൻപ് തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് എത്തണം. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ യോഗ്യതാ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ സംവരണം ലഭിക്കുന്നതിനാവശ്യമായ എല്ലാ സർട്ടിഫിക്കറ്റുകളും കയ്യിൽ കരുതണം. ഒറിജിനൽ തന്നെ കയ്യിൽ കരുതുക. SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ NSS, NCC, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, രാജ്യപുരസ്കാർ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ഏതൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ ഒപ്പം അയച്ചിട്ടുള്ളത് അതിൻ്റെ എല്ലാം ഒറിജിനൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കയ്യിൽ കരുതണം. ഹെൽത്ത് ഫോം 42 സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടില്ല. എന്തായാലും അതുകൂടി കയ്യിൽ കരുതിക്കോളൂ. നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഉള്ളത്, നിങ്ങൾ വേറൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ട് എങ്കിൽ TC ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകണമെന്നില്ല. സീറ്റ് ലഭിച്ചതിന് ശേഷം മാത്രം TC വാങ്ങിയാൽ മതി. റാങ്ക് ലിസ്റ്റ് ലഭിക്കുന്നതിനായി DDE kannur.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം.